എല്ലാവർക്കും തന്നെ ആക്ഷൻ ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ സിനിമകൾക്ക് ശേഷം അടുത്തതായിട്ട് തരുൺ മൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ വരാൻ പോകുന്ന ഇതുവരെ ടൈറ്റിൽ ഇടാത്ത L360 എന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സിനിമയുടെ ഡയറക്ടർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഒരു ഇന്റർവ്യൂവിലൂടെ കുറേ അധികം അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഡയറക്ടർ തരുൺ മൂർത്തി പറഞ്ഞത് ഇങ്ങനെ: തന്റെ മൂന്നാമത്തെ സിനിമയാണ് ലാലേട്ടനെ നായകനാക്കി വരാൻ പോകുന്ന L360 എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ തന്റെ നിലനിൽപ്പിന് വേണ്ടിയും കൂടിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിക്കാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് പുതിയൊരു ലാലേട്ടനെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നതെന്നും കുറെ അധികം നാളായി മുണ്ടുടുത്ത് നടക്കുന്ന ലാലേട്ടനെ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലാലേട്ടനെ ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജെയ്ക്സ് ബിജോയാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ലാലേട്ടന് പുറമേ തന്നെ ബിനു പപ്പൻ, ശോഭന എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസത്തിലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതിയുടെ കരിയറിലെ 50ാമത്തെ സിനിമയാണ് മഹാരാജ. ഇതിനോടകം തന്നെ തമിഴ്നാട്ടിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി 100 കോടി കളക്ഷൻ നേടിയ സിനിമയുടെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ വരുന്ന ജൂലൈ 12-ന് തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ടായിരിക്കും സിനിമ റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ഈ വരുന്ന ജൂലൈ 12-ന് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് കമൽഹാസൻ നായകനായി വരെയും ശങ്കർ സംവിധാനം ചെയ്ത് അനിരുദ്ധ് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ IMAX റിലീസ് ഒക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ എത്തിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലിന്റെ ഗോകുലം മൂവീസ് ആണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. തലൈവർ രജനീകാന്തിനെ നായകനാക്കി അടുത്തതായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കൂളി. സിനിമയുടെ ഒഫീഷ്യൽ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഹൈദരാബാദിൽ തുടങ്ങിയിട്ടുണ്ട്. സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്ന രജനീകാന്തിന് പുറമെ തന്നെ ശ്രുതി ഹാസനാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മറ്റൊരു കാസ്റ്റും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റേബ മൗനിക. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും ഫഹദ് ഫാസിൽ വീണ്ടും ലോകേഷ് കനകരാജ് പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണെന്നാണ്. അതായത് തലവർ രജനീകാന്തിനൊപ്പം തന്നെ കൂളി എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഫഹദ് ഫാസിൽ വീണ്ടും തമിഴ് പടത്തിലെത്താൻ പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി. നിങ്ങൾ ഏതൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക.